ഹലോ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 സവാള ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ 3 പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്. അതുകൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് ചിക്കൻ മസാല പൊടിയാണ് കേട്ടോ. അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മുട്ട പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. പുഴുങ്ങിയ മുട്ട ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഒന്നും കൂടി നല്ലത് കേട്ടോ. കുറച്ച് കടിക്കുന്ന പോലെ കിട്ടും. അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബണ്ണാണ്. ബണ്ണും എടുക്കുന്നുണ്ട്, ബ്രെഡും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ബണ്ണിൻ്റെ ചുറ്റുഭാഗം കുറച്ച് മൈദ ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടിൻ്റെ അതേപോലെ ചുറ്റും ഇതുമാതിരി തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2 സൈഡൊന്ന് മൈദ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി ഞാൻ ബ്രെഡിലും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആദ്യം ഒന്ന് മൈദൻ്റെ 4 സൈഡൊന്ന് കുറച്ച് തേച്ച ശേഷം നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് മേലെ വേറെ ബ്രെഡും കൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല മുട്ടൻ്റെ ആ കൂട്ടിനകത്തേക്ക് നമ്മുടെ ബ്രെഡും ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു ദോശ തവി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബ്രെഡും ബണ്ണൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചെറിയൊരു ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അധികം എണ്ണയില്ലാണ്ട് തന്നെ നമുക്ക് നല്ല നല്ല സ്നാക്സൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ ബ്രെഡും ബണ്ണും വെച്ചിട്ടൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.